RBI മുൻ ഗവർണർ ശക്തികാന്ത ദാസ് പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറിയാവും. കേന്ദ്രമന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി ഇതിന് അംഗീകാരം നൽകി. റിസർവ് ബാങ്കിൻ്റെ 25ാം ഗവർണറായിരുന്നു. 6 വർഷം ആ പദവിയിൽ തുടർന്ന അദ്ദേഹം ഡിസംബറിലാണ് വിരമിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി ശക്തികാന്ത ദാസ് എത്തുന്നു. അദ്ദേഹം, നമ്മൾക്കറിയാം, റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എന്നുള്ള നിലയിൽ വളരെയധികം പേരുകേട്ട വ്യക്തി കൂടിയാണ്. അദ്ദേഹം പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി ആകുന്നു. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദ, അല്പസമയം മുൻപാണ് ഇത് സംബന്ധിച്ചുള്ള നിയമന ഉത്തരവ് പുറത്തു വന്നത്. പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന വളരെ സുപ്രധാനമായ പദവിയിലേക്ക് ശക്തികാന്ത ദാസ് എത്തുകയാണ്. അദ്ദേഹത്തെ വളരെ സുപരിചിതമാണ് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച്. കാരണം മുൻ IAS ഉദ്യോഗസ്ഥനായ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്കിന്റെ 25ാമത്തെ ഗവർണർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം സാമ്പത്തിക രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഒപ്പം റവന്യൂ സെക്രട്ടറി തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥ തലത്തിലുള്ള വകുപ്പുകൾ ഇദ്ദേഹം വിവിധ മന്ത്രാലയങ്ങളിൽ, പ്രത്യേകിച്ച് ധനമന്ത്രാലയമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. തമിഴ്നാട് കേഡർ ഉദ്യോഗസ്ഥനാണ്. മുൻപ് തമിഴ്നാട്ടിൽ ചീഫ് സെക്രട്ടറി പോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ വളരെയധികം അനുഭവ സമ്പത്തുള്ള ശക്തികാന്ത ദാസിനെ, അദ്ദേഹത്തിന് 67 വയസ്സാണ് ഇപ്പോൾ, അദ്ദേഹത്തെയാണ് പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. നിലവിൽ പ്രമോദ് കുമാർ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ 1ാം പ്രിൻസിപ്പൽ സെക്രട്ടറി. അതോടൊപ്പമാണ് ഇപ്പോൾ ശക്തികാന്ത ദാസ് കൂടി PMOയുടെ പ്രവർത്തനത്തിലേക്ക് വളരെ സജീവമാകാനായി പോകുന്നത്. വിനോദ്, അതെ, ശക്തികാന്ത ദാസ് RBIയുടെ മുൻ ഗവർണർ. അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ 25ാമത്തെ ഗവർണറായിരുന്നു. അദ്ദേഹം ഡിസംബറിലാണ് വിരമിച്ചത്. ഇപ്പോൾ ശക്തികാന്ത ദാസ് പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ കൈമാറിയത്.